നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരി ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. നിരവധി ഭക്തരാണ് പല ഭാഗത്തു നിന്നും, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്നലെ മുതൽ തലസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 10:15 ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കാലാവസ്ഥ വെല്ലുവിളിയാകുമോ എന്നൊരു ഭയം എല്ലാ ഭക്തർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥിച്ചത് ആറ്റുകാലമ്മ ചതിക്കില്ല, കാലാവസ്ഥ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഭക്തർക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഒരു പ്രവചനം അനുസരിച്ച് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് മഴ അലേർട്ടുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇന്നലെ 4 ജില്ലകളിലടക്കം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നൊരു ഭയം എല്ലാ ഭക്തർക്കും ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഒരു ജില്ലയിലും ഈ ഒരു മണിക്കൂറിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുഴുവൻ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ ലഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ അലേർട്ടുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ഇത്തരത്തിൽ നേരിയ മഴ ലഭിച്ചേക്കാമെന്ന് പ്രവചനമുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അല്ലാതെ പ്രത്യേകിച്ച് അതിശക്തമായ മഴയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന കാറ്റോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭക്തർക്കും അനുഗ്രഹമാവുകയാണ്. കാരണം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പക്ഷേ ഇന്നലെയൊക്കെ തന്നെ ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. അധികം വെയിലില്ലാതെ ഒരു ചൂട് കുറഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു ഇന്നലെ പകൽ മുഴുവൻ നിലനിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു മഴ പെയ്യുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. ആളുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നുണ്ടായിരുന്നു മഴ ചതിക്കുമോ എന്നുള്ളത്. പക്ഷേ യാതൊരു തരത്തിലുള്ള മഴ അലേർട്ടുകളും ഇന്ന് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഇന്നലെ രാവിലെ ചാറ്റൽ മഴ പെയ്തെങ്കിലും അതൊക്കെ കുറച്ച് ആശങ്ക ഉയർത്തിയെങ്കിലും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹവും ഭക്തരുടെ പ്രാർത്ഥനയും പോലെ തന്നെ മഴ പിന്നീട് മാറി നിന്നു. ലക്ഷദ്വീപ് പ്രദേശത്ത് പക്ഷേ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കൂടാതെ ഇന്ന് മാലദ്വീപ് പ്രദേശം അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. INCOS മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതും കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. തുടങ്ങിയിട്ട് കടലിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും സംസ്ഥാനത്ത് വളരെ നേരിയ മഴ മാത്രമാണ് ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ടാവുക എന്നുള്ള പ്രവചനമാണ് ഭക്തർക്ക് ആശ്വാസമായി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.